തണൽ പോയില്ലേ, നമ്മൾ മരുഭൂമിയിലായില്ലേ. അപ്പോൾ നമ്മൾ മരുഭൂമിയിലായില്ലേ. ഇപ്പം കടപ്പുറത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചാള കിട്ടണത്, അതിൻ്റെ രുചിയുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ 30,000 കണ്ടിയെന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു വല ഇറങ്ങിയിട്ടുണ്ട്. ഗുജറാത്തുകാർ വന്നിട്ട് രാത്രി വന്നിട്ട് ഉള്ള 1000 മുഴുവൻ കടലിൽ നിന്ന് പിടിച്ചിട്ട് പോയി. 17 നമ്മളിപ്പോൾ സമരത്തിന് പോകാനുണ്ട്. അതുകൊണ്ട് എന്താ പറ്റിയത്? അപ്പം ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമായി. അപ്പോൾ എല്ലാ മേഖലകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ മേഖലയിലും മരുഭൂമികൾ വരുന്നു, തണൽ പോകുന്നു. നമ്മൾ ആ കമ്പനി, നമ്മുടെ ഏലമാണ്, നമ്മുടെ റബ്ബറൊക്കെ എടുത്തിരുന്ന കമ്പനി ഇപ്പോൾ എടുക്കണില്ല, തണൽ പോയി. കശുവണ്ടി എടുത്തിരുന്നവർ ഇപ്പോൾ വേണ്ടെന്ന് പറയണം, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറയണം. കയറെടുത്തിരുന്നവർ സീസൺ കഴിഞ്ഞെന്ന് പറയണം, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറയുമ്പോൾ തണൽ പോകുന്നു. അപ്പോൾ തണൽ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവർ ഉടനെ നമ്മളെന്ത് ചെയ്യും? നമ്മൾ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കടയും വിലയും മേടിച്ചുകൊണ്ട് പണിക്കാരെ ഞങ്ങൾ പണി നിന്ന് പോയിട്ടെന്ന് അറിയിക്കാൻ വേണ്ടി കുറേ സാധനം ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓർഡർ കിട്ടിക്കാണോ. ഓരോ ഓർഡറും ഇല്ല. ഞാൻ തോറ്റിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധനം ഉണ്ടാക്കിയാണ്, കടം മേടിച്ച് വീണ്ടും നമ്മൾ ഉൽപ്പാദനം നിർത്തും. അതായത് ഈ മരുഭൂമിക്കാലത്ത് മണ്ടത്തരം കാണിക്കരുത്. അത് എളിമപ്പെടാൻ വേണ്ടി ദൈവം തന്നതാണ്. ദൈവത്തിന് ശരണപ്പെടാനുള്ള സമയമാണത്. അപ്പോൾ അത് വിനയപ്പെടാൻ പറഞ്ഞാൽ നിങ്ങളെ വിനയപ്പെടുത്താനാണെന്നാണ് പറയണത്. വിനയപ്പെടുത്താനും അപ്പം കൊണ്ട് മാത്രമല്ല, കശുവണ്ടിയും കൊണ്ടും കയറും കൊണ്ടും ഏലം കൊണ്ടും കുരുമുളക് കൊണ്ടും റബ്ബർ കൊണ്ടും മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുപോകണം. അപ്പോൾ നീ ദൈവത്തിലേക്ക് തിരിയാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താ? അപ്പം ഉണ്ടായാലും കശുവണ്ടി ഉണ്ടായാലും കയറുണ്ടായാലും കുരുമുളക് ഉണ്ടായാലും നമ്മൾ കുറച്ച് പൈസ കിട്ടും, നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ മരിക്കും, തീർന്നു. നിത്യത വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മരുഭൂമി നമുക്ക് നേരത്തെ തരുന്നത്. അല്ലെങ്കിൽ നിത്യത മരുഭൂമിയായി പോകും. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് എളിമയോട് അക്സെപ്റ്റ് ചെയ്തിട്ട് കർത്താവ് ശരിയാക്കും. കർത്താവ് ഒരിക്കലും അവനെല്ലാം നല്ലതുപോലെ ചെയ്യണമെന്നല്ലേ പറയണത്. 7:37 എടുത്തേ, മർക്കോസ് 7:37. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും, അവൻ യേശു എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഒരു രീതി. എന്താണ്? ദൈവം നല്ലതേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു മോശത്തരം നമ്മുടെ ജീവിതം സംഭവിച്ചാലും നിങ്ങൾ ഓർക്കണം, കർത്താവ് ശരണപ്പെട്ട് എളിമപ്പെട്ട് ആത്മാവിനെ കൊളസ്ട്രോളൊക്കെ മാറ്റി അഹങ്കാരമൊക്കെ മാറ്റി വിനയപ്പെട്ട് നല്ല കൃപയുടെ രക്തോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് വിശുദ്ധ ഇടപെടും. അങ്ങനെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.